Let us turn our Bibles to 1 Corinthians chapter 11 verse 28. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 11-ാം അധ്യായം 28-ാം വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 28-ാം വചനത്തിലേക്ക് വേദങ്ങളെ തിരുപ്പുவோம். But let a man examine himself, and so let him eat of that bread and drink of that cup. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. எந்த மனுஷனும் தன்னைத்தானே சோதித்தறிந்து இந்த அப்பத்தில் புசித்து இந்த பாத்திரத்தில் பானம் பண்ண கடவன். Let a man examine himself, and so let him eat of that bread and drink of that cup. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. எந்த மனுஷனும் தன்னைத்தானே சோதித்தறிந்து இந்த அப்பத்தில் புசித்து இந்த பாத்திரத்தில் பானம் பண்ண கடவன். If God willing, New Year, along with the New Year service, we will have communion. ദൈവഹിതമാകുന്നുവെങ്കിൽ പുതുവത്സര ആരാധനയോടനുബന്ധിച്ച് നമുക്ക് കർത്തൃമേശ ശുശ്രൂഷയും ഉണ്ടായിരിക്കും. ദൈവസിത്തമാണെങ്കിൽ പുതിയവരുടെ ആരാധനയോട് കൂടെ തിരുവിരുന്നും ഉണ്ടാകും. After 1 year, we are going to take part in that. ഒരു വർഷത്തിന് ശേഷമായിട്ട് ഈ ശുശ്രൂഷയിൽ നാം ഭാഗവാക്കായി തീരുവാൻ പോകുന്നു. ഒരു വർഷத்துக்கு பின்பு நாம் அதில் பங்கு பெற போகிறோம். It is an important commandment of our Jesus to do before his coming and to remember his death at all times. കർത്താവിന്റെ വരവിന് മുൻപായിട്ട് അവന്റെ മരണത്തെ ഓർക്കുവാൻ തക്കവണ്ണം നാം എല്ലായ്പ്പോഴും ഇപ്രകാരം ആചരിക്കണമെന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ കൽപ്പനയാകുന്നു. கர்த்தருடைய வருகை மட்டுமாக எப்போதுமாக அவருடைய மரணத்தை நினைவு கூறும்படி இதை நாம் செய்ய வேண்டும் என்பது இயேசுவின் கட்டளையாகும். No one should eat unworthily. ആരും അയോഗ്യരായി ഭക്ഷിക്കുവാനിടയാകരുത്. ഒരുവരും അപാത്രമായി ഭോജനം பண்ணக்கூடாது. If anyone unworthily take part in that, he eateth and drinketh for damnation. ആരെങ്കിലും അയോഗ്യമായിട്ട് അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നെങ്കിൽ അത് മൂലമായിട്ട് അവർ കുറ്റക്കാരായി തീരും. ഒരുവരാകിലും അപാത്രமாக അതിൽ പങ്കു പെട്ടാൽ തനക്ക് താനെ ആക്കിനി തീർപ്പை കൊണ്ടുവരുகிறார்கள். So we have to examine ourselves. അതുകൊണ്ട് നാം നമ്മെ തന്നെ വിവേചിക്കണം. ആகவே നമ്മെ தான் சோதித்து பார்க்க வேண்டும். We know about ourselves. നമ്മെക്കുറിച്ച് നമുക്ക് തന്നെ അറിയാം. നമ്മെ കുറിച്ച് നാമേ അറിவோம். God knows about ourselves. ദൈവത്തിനും നമ്മെക്കുറിച്ച് അറിയാം. ദേവനും നമ്മെ കുറിച്ച് അറിയുகிறார். Satan also knows certain extent about ourselves. പിശാചിനും ഒരു പരിധി വരെ നമ്മെക്കുറിച്ച് അറിയാം. സാത്താനുക്കും കൂടെ നമ്മെ കുറിച്ച് ഒരുവിധം അറിയും. But at the same time, എങ്കിലും അപ്പോൾ തന്നെ അതേ വേളയിൽ if we reconcile with God, ദൈവവുമായി നാം നിരപ്പ് പ്രാപിച്ചാൽ ദേവനോട് നാം ഒപ്പുറവാകിനാൽ the devil can't accuse our life. പിശാചിന് നമ്മുടെ ജീവിതത്തിൽ കുറ്റം ചുമത്തുവാൻ കഴിയുകയില്ല. പിശാചിനാൽ നം ജീവിതത്തിൽ കുറ്റപ്പെടുത്ത ഇയലാതെ. He can't come near it. നമ്മോട് അടുത്ത് വരുവാനും അവന് കഴിയുകയില്ല. നമുക്ക് സമീപമായി വരവും അവനാൽ മുടിയാതെ. So God has given his good understanding and his spirit to search and find our lives. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ ആരാഞ്ഞറിയേണ്ടതിനായിട്ട് അവൻ തന്റെ തിരിച്ചറിവും തന്റെ ആത്മാവിനെയും നമുക്ക് നൽകിയിരിക്കുന്നു. ആകவே നമ്മുടെ ജീവിതത്തെ ശോധിத்து பார்க்கும்படி നമ്മുടെ അറിവയും ആവിയും നമുക്ക് തന്നിരിக்கிறார். And in spirit and in the presence of God, when we look in the light of the word of God, each and every fault he shows that we may rectify it. ആത്മാവിൽ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ നാം നോക്കുന്നുവെങ്കിൽ ഓരോ തെറ്റും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെടുക്കുവാൻ കഴിയും. ആവിയിലെ ദൈവ സമൂഹത്തിലെ ദൈവ വചനത്തിൻ വെളിച്ചത്തിൽ നാം பார்க்கும்போது நாம் சரி செய்து கொள்ளும்படியாக ஒவ்வொரு குற்றங்களையும் தேவன் வெளிப்படுத்துவார். And for that purpose only God has given his word. അതിനുവേണ്ടി അത്രേ ദൈവവചനത്തെ നൽകിയിരിക്കുന്നത്. அந்த நோக்கத்தோடு தான் தேவன் தம்முடைய வார்த்தையை தந்திருக்கிறார். And it is like a microscope to see our faults. നമ്മുടെ തെറ്റുകളെ കണ്ടുപിടിക്കേണ്ടതിനായിട്ട് ഒരു സൂക്ഷ്മ ദർശനിയാകുന്നു അത്. നമ്മുടെ പാവങ്ങളെ കണ്ടുകൊള്ളുമ്പടിயாக അത് ഒരു മൈക്രോസ്കോപ്പ് പോലെ ഇരിക്കുന്നത്. But many times instead of searching our mistake, we search others' mistake. എങ്കിലുമോ പലപ്പോഴും നമ്മുടെ തെറ്റുകളെ കണ്ടുപിടിക്കേണ്ടതിന് പകരമായി നാം മറ്റുള്ളവരുടെ തെറ്റുകളെയാകുന്നു അന്വേഷിക്കുന്നത്. ആനാലും പല വേളകളിൽ നമ്മുടെ തവറുകളെ കണ്ടുപിടിക്കാமல் മറ്റുള്ളവരുടെ തവറുകളെ നാം കണ്ടുപിടിக்கிறோம். Therefore word of God says, a log of wood comes before our eyes. അതുകൊണ്ടാകുന്നു ദൈവവചനം പറയുന്നത് നമ്മുടെ കണ്ണിലേക്ക് ഒരു കോൽ വന്നിരിക്കുന്നു. ആകവേதான் വേദവചനം சொல்லுகிறது நம்முடைய கண்ணிலே ஒரு உத்திரம் வந்திருக்கிறது. And as long as that log of wood is there, we can't see our faults. ആ കോൽ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് നമ്മുടെ തെറ്റ് കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. அந்த உத்திரம் இருக்கும் அளவும் நம்முடைய குற்றங்களை நம்மால் கண்டுபிடிக்க முடியாது. But we have to search the scriptures. എങ്കിലുമോ തിരുവചനത്തെ നാം ആരായണം. ആനാലും വേദ വാക്യങ്ങളെ നാം ആരാய்ந்து பார்க்க வேண்டும். In John the Gospel chapter 5 verse 39 when we read, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39-ാം വാക്യം നാം വായിക്കുമ്പോൾ, യോഹന്നാൻ 5-ാം അധികാരം 39-ാം വചനത്തെ വായിക്കുമ്പോൾ, a word of God says we have to search the scriptures. ദൈവവചനം ഇപ്രകാരം പറയുന്നു, നാം തിരുവെഴുത്തുകളെ ശോധന ചെയ്യണം. വേദവാക്യങ്ങളെ ആരാய்ந்து பாருங்கள் என்று வேதம் சொல்கிறது. And by that we will have eternal life.
അവയിൽ നിന്ന് നമുക്ക് നിത്യജീവൻ ലഭിക്കും. அவைகளால் உங்களுக்கு நித்திய ஜீவன் உண்டாகும். And if we don't search the scriptures, ദൈവവചനത്തെ തിരുവെഴുത്തുകളെ നാം ശോധന ചെയ്യുന്നില്ല എങ്കിലോ, வேத வாக்கியங்களை நாம் ஆராய்ந்து பார்க்காவிட்டால் 5:39, search the scriptures, for in them ye think ye have eternal life. They are they which testify of me. 39 വാക്യം, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. வேத வாக்கியங்களை ஆராய்ந்து பாருங்கள், அவைகளால் உங்களுக்கு நித்திய ஜீவன் உண்டென்று எண்ணுகிறீர்களே, என்னை குறித்து சாட்சி கொடுக்கிறவைகளும் அவைகளே. Why we have to search the scriptures? എന്തിനു വേണ്ടിയാകുന്നു നാം തിരുവെഴുത്തുകളെ ആരായേണ്ടത്? எதற்காக வேத வாக்கியங்களை ஆராய்ந்து பார்க்க As வேண்டும்? we search the scriptures, in return, we can become pure. തിരുവെഴുത്തുകളെ നാം ശോധന ചെയ്യുമ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് നിർമ്മലന്മാരായി തീരുവാൻ வேத കഴിയും. வாக்கியங்களை நாம் ஆராய்ந்து பார்க்கும்போது அதற்கு பதிலாக நாம் சுத்தமாக மாறுகிறோம். So many blessings there. അനവധിയായ അനുഗ്രഹങ്ങളുണ്ട്. அநேக ஆசீர்வாதங்கள் உண்டு. If we go to a seashore, ഒരു കടൽക്കരയിലേക്ക് നാം പോകുന്നുവെങ്കിൽ, கடற்கரைக்கு நான் போவோம் என்றால் many go for evening walk and for time passing and so many things. അനേകർ സായാഹ്ന സവാരിക്കായും സമയം ചെലവഴിക്കേണ്ടതിനായും മറ്റു പല കാരണങ്ങൾക്കായും അവിടെ പോകാറുണ്ട്. பலரும் மாலை நடைக்காகவோ சமயம் செலவிடும்படியாகவோ செல்கிறார்கள். They can find lot of sand in the seashore. ആ കടൽക്കരയിൽ അവർക്ക് അനവധിയായ മണൽ തരികളെ കാണാൻ കഴിയും. அந்த கடற்கரையிலே அதிகமான மணலை பார்க்க முடியும். If they go near to that ocean, ആ കടലിനോട് അടുത്ത് ചെല്ലുന്തോറും கடலுக்கு சமீபமா போகும்போது they can see many shells. അധികമായി അവർക്ക് ചിപ്പികൾ കാണാൻ കഴിയും. அதிகமாக சிப்பிகளை பார்க்க முடியும். If they start entering into that sea, കടലിലേക്ക് അവർ ഇറങ്ങിയാലോ கடலுக்குள் இறங்க தொடங்கினால் they can catch fishes. അവർക്ക് മീൻ പിടിക്കുവാനും കഴിയും. அவர்களுக்கு மீன்களை பிடிக்க முடியும். If they go further, വീണ്ടുമായിട്ട് അകത്തേക്ക് ചെന്ന് ആഴത്തിലേക്ക് പോയാൽ இன்னும் ஆழமாக சென்றால் they can catch big fishes. വലിയ മീനുകളെ പിടിക്കുവാൻ കഴിയും. அவர்களால் பெரிய மீன்களை பிடிக்க முடியும். Even if they go further, വീണ്ടുമായി അധികം അകത്തേക്ക് പോയാൽ இன்னும் ஆழமாக சென்றால் even they can take pearls. അവർക്ക് മുത്തുകളെ പോലും എടുപ്പാൻ കഴിയും. அவர்களால் முத்துக்களையும் கண்டுகடைய So முடியும். as long as they stay in the shore, they can't take pearls. അവർ കടൽക്കരയിൽ നിൽക്കുന്നിടത്തോളം അവർക്ക് ഈ മുത്തുകൾ എടുക്കുവാൻ കഴിയുകയില്ല. அவர்கள் கடற்கரை நிற்கும் அளவும் அவர்களால் முத்துக்களை கண்டுபிடிக்க முடியாது. The commandment of God is light. ദൈവത്തിന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല, தேவனுடைய கற்பனைகள் லகுவா It இருக்கின்றன. is light. അത് ലഘുവാകുന്നു. அது வெளிச்சமாக இருக்கிறது. And it is a lamp unto our feet and to light unto our path. അത് നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് വെളിച്ചവുമാകുന്നു. அது நம்முடைய கால்களுக்கு தீபமும் பாதைக்கு வெளிச்சமா இருக்கிறது. That helps us to search our way. നമ്മുടെ പാതകളെ അന്വേഷിച്ചറിയേണ്ടതിന് അത് നമ്മെ സഹായിക്കുന്നു. நம்முடைய பாதையை சோதித்தறிய அது உதவி செய்கிறது. In the book of Lamentation chapter 3 verse 40 when we read, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 40-ാം വാക്യം നാം വായിക്കുമ്പോൾ, புலம்பல் 3ஆம் அதிகாரம் 40ஆம் வசனத்தை வாசிக்கும் போது, the word of God says, let us search and try our ways and turn unto the Lord. നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക എന്നെഴുതിയിരിക്കുന്നു. நாம் நம்முடைய வழிகளை சோதித்து ஆராய்ந்து கர்த்தரிடத்தில் திரும்ப கடவோம் என்று வாசிக்கிறோம். And we have to test or we have to examine our ways and turn to the Lord. നാം നമ്മുടെ വഴികളെ ആരാഞ്ഞ് ശോധിച്ച് അറിഞ്ഞ് നാം യഹോവയിലേക്ക് തിരിയണം. நம்முடைய வழிகளை சோதித்து ஆராய்ந்து பார்த்து கர்த்தரிடத்தில் திரும்ப வேண்டும். For that, let us lift up our hearts with our hands unto God in the heavens. അതിനുവേണ്ടി നാം കൈകളെയും ഹൃദയത്തെയും സ്വർഗസ്ഥനായ ദൈവത്തിലേക്ക് ഉയർത്തണം. அதற்காக நம்முடைய கைகளையும் இருதயத்தையும் பரலோகத்தில் இருக்கிற தேவனிடத்திற்கு ஏறெடுக்க வேண்டும். Whole year, how was our way? വർഷം മുഴുവനുമായും നമ്മുടെ വഴികൾ എപ്രകാരമായിരുന്നു? கடந்த வருடம் முழுவதும் நம்முடைய வழி எப்படியாக இருந்தது? Was it pleasing to God? ദൈവത്തിന് പ്രസാദകരമായിരുന്നുവോ? அது தேவனுக்கு பிரியமாக இருந்ததா? Was it according to the mind of God? ദൈവത്തിന്റെ മനസ്സിൻ പ്രകാരമായിരുന്നുവോ? தேவனுடைய மனதிற்கு ஏற்றபடி இருந்ததா? Did we walk in the old ways which God has appointed for us? ദൈവം നമുക്ക് വേണ്ടി നിയോഗിച്ചിരുന്നതായ ആ പഴയ വഴികളിലൂടെ നാം നടന്നുവോ? தேவன் நமக்கு நியமித்ததான பூர்வ பாதைகளில் நாம் நடந்தோமா? Or we have chosen new ways unto ourselves? അതോ നമുക്ക് വേണ്ടി തന്നെ നാം പുതിയ വഴികളെ വെട്ടിയോ? அல்லது நமக்காக புதிய பாதைகளை தெரிந்து கொண்டோமா? What the word of God says? ദൈവവചനം എന്ത് പറയുന്നു? வேதவசனம் என்ன சொல்லுகிறது? Stand ye in the ways and see and ask for the old paths. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് നോക്കി അതിൽ നടപ്പിൻ. நீங்கள் வழிகளில் நின்று பூர்வ பாதைகளை கேட்டு அறிந்து கொள்ளுங்கள். Jeremiah 6:16. യെരമ്യാ പ്രവചനം 6-ാം അധ്യായം 16-ാം വാക്യം. எரேமியா 6:16. Where is the good way? ഏതാകുന്നു നല്ല വഴി? நல்ல வழி எங்கே? And walk therein. അതിൽ നടപ്പിൻ. அதிலே நடுவுங்கள். And ye shall find rest for your souls. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. அப்பொழுது உங்கள் ஆத்துமாக்களில் இளைப்பாறுதல் கிடைக்கும். But they said, we will not walk thereby. അവരോ ഞങ്ങൾ അതിൽ നടക്കയില്ല എന്ന് പറഞ്ഞു. ஆனால் அவர்களோ நாங்கள் அதிலே நடக்க மாட்டோம் என்கிறார்கள். Yes,
many times we walk through new ways. പലപ്പോഴും നാം പുതിയ വഴികളിലൂടെ നടക്കുന്നു. பல வேளைகளில் நாம் புதிய பாதைகளுக்குள் நடந்தோம். Start inventing many new ways. പുതിയ പുതിയ വഴികളെ നാം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. புதிய புதிய காரியங்களையும் வழிகளையும் நாம் கண்டுபிடிக்க தொடங்கினோம். And therefore what happened? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? அதனால் என்ன நடந்தது? In our life, war came unto our gates. നമ്മുടെ വാതിൽക്കൽ യുദ്ധം കടന്നു വന്നു. நம்முடைய வாசல் வரைக்கும் யுத்தம் வந்தது. In Judges chapter 5 verse 8 when we read, ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ நியாயாதிபதிகள் 5:8 நாம் இப்படியாக they வாசிக்கிறோம். chosen new gods, അവർ പുതിയ ദൈവങ്ങളെ വരിച്ചു. அவர்கள் நூதன தேவர்களை தெரிந்து கொண்டார்கள். or they have chosen new ways. ഇല്ല എങ്കിൽ പുതിയ വഴികളെ അവർ കണ്ടുപിടിച്ചു. அல்லது புதிய பாதைகளை தெரிந்து கொண்டார்கள். Then was war in the gates. അപ്പോൾ ഗോപുര ദ്വാരത്തിങ്കിൽ യുദ്ധം ഭവിച്ചു. அப்பொழுது யுத்தம் வாசல் வரையும் வந்தது. Why we had wars in this year very much? എന്തുകൊണ്ടാകുന്നു ഈ വർഷം അനവധിയായ യുദ്ധങ്ങൾ ഉണ്ടായത്? இந்த வருஷத்தில் அதிகமான யுத்தங்கள் வந்தது ஏன்? Within us wars, നമ്മുടെ ഉള്ളിൽ പോരാട്ടം എന്തുകൊണ്ട്? நமக்குள்ளே யுத்தங்கள், around us there were wars. നമുക്ക് ചുറ്റും യുദ്ധങ്ങൾ, நம்மை சுற்றிலும் யுத்தங்கள் Wars இருந்தன. in our mind, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ യുദ്ധങ്ങൾ, நம்முடைய மனதிலே யுத்தங்கள், wars in family. കുടുംബത്തിൽ യുദ്ധങ്ങൾ. குடும்பத்திலே யுத்தங்கள். Though little war was not there, more than a war we had tensions. അക്ഷരികമായി യുദ്ധം തന്നെ സംഭവിച്ചില്ല എങ്കിലും യുദ്ധത്തിൽ ഉപരിയായിട്ട് നമുക്ക് മനസ്സമ്മർദ്ദമുണ്ടായിരുന്നു. எழுத்தின்படியான யுத்தம் இல்லாவிட்டாலும் யுத்தத்தை காட்டிலும் அதிகமான மன அழுத்தங்கள் இருந்தன. Leaving the presence of God, leaving the spiritual things, we have chosen new things that we may have joy and happiness, freedom. ദൈവ സന്നിധിയെ വിട്ടുകൊണ്ട്, ദൈവത്തിന്റെ ആ ആത്മീകമായ നിലവാരത്തെ വിട്ടുകൊണ്ട് നാം സന്തോഷത്തെയും സമാധാനത്തെയും സ്വാതന്ത്ര്യത്തെയും തിരഞ്ഞുപോയി. தேவனுடைய சமூகத்தையும் சந்தோஷத்தையும் ஆவிக்குரிய ஜீவித்தையும் விட்டுவிட்டு நூதனமான காரியங்களில் நாம் சந்தோஷத்தை கண்டடைந்தோம். Old ways, that is in the presence of God. പഴയ വഴികൾ എന്ന് പറഞ്ഞാൽ ദൈവ സന്നിധിയിലുണ്ട്. பூர்வ பாதைகள் தேவ சமூகத்தில் இருக்கின்றன. It is with God only. അത് ദൈവത്തിന്റെ അടുക്കൽ മാത്രമേ ഉള്ളൂ. அது தேவனிடத்தில் மட்டுமே இருக்கிறது. We left God and find out solution for our problem through different means, different persons. ദൈവത്തെ വിട്ടുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വിവിധങ്ങളായ രീതികളും വിവിധങ്ങളായ വ്യക്തികളെയും നാം നാടിപ്പോയി. தேவனை விட்டுவிட்டு பலவிதமான காரியங்கள் பலவிதமான நபர் மூலமாக நம்முடைய பரிகாரங்களை தேடினோம். Therefore we faced war in our gates. അതുമൂലമായിട്ട് നമ്മുടെ ഗോപുര ദ്വാരത്തിങ്കിൽ യുദ്ധം ഭവിച്ചു. ஆகவே நம்முடைய வாசல்களில் யுத்தத்தை சந்தித்தோம். In 2 Corinthians chapter 13 verse 5 when we read, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 13-ാം அதிகாரம் 5-ாம் வசனத்தை வாசிக்கும்போது, examine yourselves നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ, உங்களை தானே சோதித்து அறியுங்கள், whether ye be in the faith. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന്. நீங்கள் விசுவாசம் உள்ளவர்களோ என்று சோதித்து பாருங்கள். Prove your own selves. നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. உங்களை தாங்களே பரிசித்து பாருங்கள். Know ye not your own selves how that Jesus Christ in you? നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? இயேசு கிறிஸ்து உங்களுக்குள் இருக்கிறார் என்று உங்களை நீங்களே அறியீர்களா? Except ye be reprobates. നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ. நீங்கள் பரீட்சைக்கு நில்லாதவர்களா இருந்தால் அறியீர்கள். And if we stand in test, നാം പരീക്ഷയിൽ നിൽക്കുമ്പോൾ, நாம் பரீட்சையில் நிற்போம் என்றால், if we find out Christ is in us, we are not reprobates. യേശുക്രിസ്തു നമ്മിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നാം കൊള്ളരുതാത്തവരല്ല. நாம் நமக்குள் இயேசு கிறிஸ்து இருக்கிறார் என்று கண்டுபிடித்தால் நாம் பரீட்சைக்கு நில்லாதவர்கள் அல்ல. We have title believers, വിശ്വാസികൾ എന്നൊരു പേര് നമുക്കുണ്ട്. விசுவாசிகள் என்றதான ஒரு தலைப்பு நமக்கு இருக்கிறது. but belief is not there. എങ്കിലും അവിടെ വിശ്വാസമില്ല. ஆனால் விசுவாசம் அங்கே இல்லை. We have the title called children of God, ദൈവ മക്കൾ എന്നൊരു തലക്കെട്ട് നമുക്കുണ്ട്. தேவ பிள்ளைகள் என்றதான ஒரு தலைப்பு இருக்கிறது. but Jesus is not with us. എങ്കിലുമോ യേശു നമ്മോട് കൂടിയില്ല. ஆனால் இயேசுவோ நம்மோடு கூட இல்லை. And Jesus not in our life. Jesus not in our family many a times. യേശു നമ്മുടെ ജീവിതത്തിലോ യേശു നമ്മുടെ കുടുംബത്തിലോ പലപ്പോഴും കാണുന്നില്ല. பல வேளையில் இயேசு நம்முடைய ஜீவித்திலோ குடும்பத்திலோ இருக்கிறதில்லை. We don't look into that side whether Jesus is with us. യേശു നമ്മോട് കൂടി ഉണ്ടോ എന്ന് ആ ഭാഗത്തേക്ക് നാം നോക്കുന്ന പോലുമില്ല. இயேசு நம்மோடு இருக்கிறாரோ என்று அந்த பகுதிக்கு நாம் பார்ப்பதும் இல்லை. Parents of Jesus, they left Jesus and walked a day journey. യേശുവിന്റെ മാതാപിതാക്കൾ യേശുവിനെ വിട്ടിട്ട് ഒരു ദിവസത്തെ വഴിയാത്രയായി ദൂരമായി പോയി. இயேசுவின் பெற்றோர் அவரை விட்டுவிட்டு ஒரு நாள் பிரயாணமாக நடந்து சென்று விட்டார்கள். Their friends and relatives and neighbors, they were very important to them. അവരുടെ ബന്ധുമിത്രാദികളും അവരോട് കൂടിയുണ്ടായിരുന്ന ചാർച്ചക്കാരും ഒക്കെയും അവർക്ക് പ്രധാനപ്പെട്ടതായി തോന്നി. நண்பர்களும் உறவினர்களும் அவர்களுக்கு மிக முக்கியமாக இருந்தார்கள். In their conversation, in their
base, as they were talking, they totally forgotten that they had a child, Jesus. അവർ സംഭാഷണത്തിൽ മുഴുകിക്കൊണ്ട് അവർ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കയിൽ അവർക്ക് യേശു എന്നൊരു പൈതൽ ഉണ്ടായിരുന്നു എന്ന കാര്യം പോലും മറന്നുപോയി. அவர்களுடைய நடையில் பேச்சில் முழுவதுமாக இயேசுவை குறித்தே மறந்துவிட்டார்கள். After 24 hours only it came to their mind. 24 മണിക്കൂറിന് ശേഷമാകുന്നു അത് അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. 24 மணி நேரத்துக்கு பின்பாக தான் அது அவர்கள் மனதில் வந்தது. It was a long time. അത് വളരെ ദീർഘമായ സമയമായിരുന്നു. அது நீண்ட சமயமாக இருந்தது. And in the course of their conversation, that thought would have come to their mind. അവരുടെ സംഭാഷണ വേളയിൽ ഒരുപക്ഷെ ആ ചിന്ത കടന്നു വന്നിരിക്കാം. அவருடைய பேச்சின் சமயத்திலே அந்த சிந்தை ஒருவேளை வந்திருக்கலாம். What they thought? അവരെന്ത് ചിന്തിച്ചു? அவர்கள் என்ன நினைத்தார்கள்? He may be with my friend. എന്റെ സുഹൃത്തിനോട് കൂടി അവൻ കാണും. அவர் என்னுடைய சிநேகிதரோடு கூட இருப்பார். Or 50 feet behind he will be there. ഇല്ല എങ്കിൽ 50 അടി പുറകിൽ അവൻ കാണും. அல்லது 50 அடி பின்பாக இருப்பார். Anyhow, I will find him. ഏത് വിധേനയും ഞാൻ അവനെ കണ്ടുപിടിച്ചു കൊള്ളാം. எப்படியாவது நான் அவரை They கண்டுபிடித்து start searching after one day. ഒരു ദിവസത്തിന് ശേഷം അവർ അന്വേഷിപ്പാൻ ആരംഭിച്ചു. ஒரு நாளுக்கு பின்பு அவர் தேடத் தொடங்கினார்கள். That day only they could find him. 3-ാം ദിവസം മാത്രമേ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞുള്ളൂ. 3ஆம் நாளில் தான் கண்டுபிடிக்க முடிந்தது. Examine yourselves whether Jesus is with you. യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ടോ എന്ന് പരീക്ഷിച്ചു നോക്കുവിൻ. இயேசு உங்களில் இருக்கிறாரா என்பதை சோதித்து பாருங்கள். Is it Jesus is speaking to you? യേശു നിങ്ങളോട് സംസാരിക്കുന്നുവോ? இயேசு உங்களோடு பேசுகிறாரா? Is it Jesus answered your prayers? യേശു നിന്റെ പ്രാർത്ഥന കേട്ടുവോ? இயேசு உங்கள் ஜெபங்களுக்கு பதில் தந்தாரா? Is it Jesus comforts you? യേശു നിന്നെ ആശ്വസിപ്പിക്കുന്നുണ്ടോ? இயேசு உங்களை தேற்றுகிறாரா? Do you have the presence of Jesus? യേശുവിന്റെ തിരുസാന്നിധ്യം നിനക്കുണ്ടോ? இயேசுவின் சமூகம் உங்களுக்கு இருக்கிறதா? Examine yourselves. നിന്നെ തന്നെ പരീക്ഷിച്ചു നോക്കുവിൻ. உங்களை தானே சோதித்து பாருங்கள். Otherwise, word of God says we will turn out as a reprobates. ഇല്ല എങ്കിൽ തിരുവചനം ഇപ്രകാരം പറയുന്നു, നാം കൊള്ളരുതാത്തവരായി തീരും. இல்லாவிட்டால் வேதம் எப்படியாக சொல்லுகிறது? நாம் பரீட்சைக்கு நில்லாதவர்களாக இருப்போம். Dear child of God. പ്രിയ ദൈവവേദനേ, அருமையான தேவப்பிள்ளையே, In English, that word reprobate is used. ഈ റിപ്രൊബേറ്റ് എന്നതായ ആ പദമാകുന്നു ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ஆங்கிலத்திலே ரிப்ரபேட் என்றான சொல் பயன்படுத்தப்பட்டுள்ளது. Or useless. ഇല്ല എങ്കിൽ യാതൊരു പ്രയോജനമറ്റത്. அல்லது ஒன்றுக்கும் பயனில்லாதது. And if Jesus is not with us, യേശു നമ്മോട് കൂടി ഇല്ല എങ്കിൽ இயேசு நம்மோடு இல்லாது விட்டால் end will be pathetic. അവസാനം എന്നത് നികൃഷ്ടവും പരിതാപകരവുമായിരിക്കും. முடிவு மிகவும் பரிதாபமாக இருக்கும். Yes, we have to prove that also. അതെ, അതിനെയും നാം തെളിയിക്കണം. அதையும் நாம் சோதித்து நிரூபிக்க வேண்டும். In Psalms 139:23, when we read, 139 സങ്കീർത്തനം 23 വാക്യം നാം വായിക്കുമ്പോൾ 139 சங்கீதம் 23 வசனத்தில் வாசிக்கிறோம். here David prayed this prayer. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. தாவீது இப்படியாக ஜெபிக்கிறார். It is a psalm of David. ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാകുന്നു. இது தாவீதின் சங்கீதம். Search me, O God, ദൈവമേ എന്നെ ശോധന ചെയ്യണമേ, தேவனே என்னை ஆராய்ந்து பாரும். and know my heart. എന്റെ ഹൃദയത്തെ അറിയണമേ, என் இருதயத்தை அறிந்து Try கொள்ளும். me and know my thoughts. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. என்னை சோதித்து என் சிந்தனைகளை அறிந்து கொள்ளும். If there be any wicked way in me, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി வேதனை உண்டாக்கும் வழி என்னிடத்தில் இருந்தால் remove from there and lead me in the way everlasting. ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. என்னை அங்கிருந்து மாற்றி நித்திய வழியிலே என்னை நடத்தும். He says, Lord, you search me. കർത്താവേ, നീ എന്നെ ശോധന ചെയ്യണമേ എന്ന് താൻ പ്രാർത്ഥിക്കുന്നു. ஆண்டவரே, நீர் என்னை ஆராய்ந்து பாரும் என்று அவர் சொல்லுகிறார். Lord, you try my ways. കർത്താവേ, നീ എന്റെ വഴികളെ ആരായണമേ. ஆண்டவரே, நீர் என் வழிகளை ஆராய்ந்து பாரும். If there is any wicked way, കർത്താവേ, എന്തെങ്കിലും വ്യസനത്തിലുള്ള മാർഗമുണ്ടെങ്കിൽ ஒரு துக்கமுண்டாக்கும் வழி இருக்குமே என்றால் don't allow me there. അവിടെ എന്നെ അനുവദിക്കരുതേ. என்னை அங்கே அனுமதிக்க I வேண்டாம். should not continue in that old path. ആ പഴയ പാതയിൽ ഞാൻ തുടരരുത്. அந்த பழைய பாதையில் நான் தொடர்ந்து I should போகக்கூடாது. not continue in that wicked path. ആ മോശമായ പാതയിൽ ഞാൻ തുടരുവാൻ ഇടയാകരുത്. அந்த துன்மார்க்க பாதையில் நான் தொடர்ந்து போகக்கூடாது. And Lord, put a full stop. You bring me to the way of everlasting. കർത്താവേ, അവിടെ ഒരു പൂർണ്ണ വിരാമം ഇട്ടുകൊണ്ട് എന്നെ ശാശ്വത മാർഗത്തിലേക്ക് നീ എന്നെ കൊണ്ടുവരണമേ. ஆண்டவரே, ஒரு முற்றுப்புள்ளி வைத்து என்னை நித்திய வழியில் கொண்டு வாரும். What St. Paul says, വിശുദ്ധ പൗലോസ് എന്ത് പറയുന്നു? பரிசுத்த பவுல் என்ன சொல்லுகிறார்? I don't find any fault in me. എന്നിൽ ഞാൻ യാതൊരു തെറ്റും കണ്ടെത്തുന്നില്ല. எனக்குள்ளே ஒரு தவறையும் நான் காண்பதில்லை. Hereby I am not justified. ഞാൻ എന്നെ തന്നെ നീതീകരിക്കുന്നില്ല. இதனால் நான் என்னை நீதிகரிப்பதில்லை. I don't find fault. ഞാൻ തെറ്റ് കണ്ടുപിടിക്കുന്നില്ല. நான் தவறை கண்டுபிடிப்பதில்லை. By that I don't say I am perfect. അതുമൂലമായിട്ട് ഞാൻ പൂർണ്ണനെന്ന് പറയുന്നുമില്ല. அதன் மூலமாக நான் பூர்ணமான என்று சொல்வதும் இல்லை. He that judge me is God. എന്നെ വിധിക്കുന്നവൻ കർത്താവത്രേ. என்னை நியாயத்தீர்க்கிறவர் தேவனாக இருக்கிறார். So he humbled himself more and more. അതുകൊണ്ട് അധികമായി തന്നെ താൻ താഴ്ത്തുന്നു. அதற்காக அவர் தம்மை தாமே அதிகமாக தாழ்த்தினார். Yes, there is a way of sinners also. അതേ, പാപികളുടെ ഒരു വഴിയുമുണ്ട്. பாவிகளின் வழியும் இருக்கிறது. In Psalms 1:1 we can read about it. ഒന്നാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നമുക്ക് അതിനെ കുറിച്ച് വായിപ്പാൻ കഴിയും. 1ஆம் சங்கீதம் 1ஆம் வசனத்தில் அதை குறித்து The வாசிக்கிறோம். word of God clearly says, ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു, வேதம் தெளிவாக சொல்லுகிறது. Blessed is the man walketh not in the counsel of the ungodly, standeth not in the way of sinners,
or sitteth in the seat of scornful. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഇരിക്കുന്നവൻ. துன்மார்க்குடைய ஆலோசனை நடவாமலும் பாவிகளுடைய வழி நில்லாமலும் பரியாசக்காரர் உட்காரும் இடத்தில் உட்காராமல் இருக்கிறவன் பாக்கியவான். This year, how many times we stood in the way of sinners? ഈ വർഷം എത്ര പ്രാവശ്യം പാപികളുടെ വഴിയിൽ നാം നിന്നുപോയി? இந்த வருஷத்துல எவ்வளவு விதங்களில் பாவிகளின் வழியில் நாம் நின்றோம். We did not commit sin. നാം പാപം ചെയ്തില്ല, நாம் பாவம் செய்யவில்லை. But by standing there aside and we enjoyed sin. എങ്കിലുമോ നാം ആ വഴിയരികിൽ നിന്നുകൊണ്ട് ആ പാപത്തെ ആസ്വദിച്ചു. ஆனால் அவர்கள் பக்கத்தில் நின்று பாவத்தை நாம் சந்தோஷமாக கழித்தோம். What they did, what they spoke, and what they did, in everything we enjoyed by seeing and hearing. അവരെന്ത് ചെയ്തു, അവരെന്ത് സംസാരിച്ചു, ഈ കാര്യങ്ങളൊക്കെയും കണ്ടും കൊണ്ട് നാം ആസ്വദിച്ചു കൊണ്ടിരുന്നു. அவர்கள் செய்த கண்ட காரியங்களை எல்லாம் கண்டும் கேட்டும் நாம் சந்தோஷித்தோம். Dear child of God, പ്രിയ ദൈവവേദലേ, அருமையான தேவப்பிள்ளையே, what the word of God says ദൈവവചനം എന്ത് പറയുന്നു? தேவவசனம் என்ன in சொல்கிறது? the book of Romans chapter 1 and the last verse when we read, റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ അവസാനത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. ரோமர் 1ஆம் அதிகாரம் கடைசி வசனம் சொல்கிறது, who knowing the judgment of God, that they which commit such a thing worthy of death, not only do the same, but have pleasure in them that do them. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. இப்படிப்பட்டவர்களை செய்கிறவர்கள் மரணத்துக்கு பாத்திரராக இருக்கிறார்கள் என்று தேவன் தீர்மானித்த நீதியான தீர்ப்பை அறிந்தும் அவர்கள் தாங்களே செய்கிறதும் அல்லாமல் அவைகளை செய்கிற மற்றவர்களிடத்தில் பிரியப்படுவதுமாய் இருக்கிறார்கள். They don't commit sin. അവർ പാപം ചെയ്തില്ല, அவர்கள் செய்கிறதில்லை. They know the punishment which is going to come upon them. അവർക്ക് മേൽ വരുവാനുള്ള ശിക്ഷാവിധിയെ കുറിച്ച് അവർക്കറിയാം. அவர்கள் மேல் வரும் தண்டனை அவர்கள் அறிகிறார்கள். But they have pleasure on them that they do. എങ്കിലുമോ പാപം ചെയ്യുന്നതിൽ അവർ പ്രസാദിക്കുന്നു. ஆனால் பாவம் செய்கிறார்களே அவர்கள் மேல் இவர்கள் பிரியப்படுகிறார்கள். Way of wickedness is there, ദോഷത്തിന്റെ വഴിയുണ്ട്, துன்மார்க்க வழி இருக்கிறது. and way of Balaam is there, ബലയാമിന്റെ വഴിയുണ്ട്, பிலேயாமின் வழி இருக்கிறது. and way of Cain is there. Cain is there. കയ്യിന്റെ വഴിയുണ്ട്. காயினுடைய வழி இருக்கிறது. Like that, scripture shows different ways. അപ്രകാരം തിരുവെഴുത്തുകൾ വിവിധങ്ങളായ വഴികളെ കുറിച്ച് പറയുന്നു. அப்படியாக வேத வாக்கியங்கள் பலவிதமான வழிகளை குறித்து பேசுகிறது. And way of Balaam, it is for money. He went after that. ബിലിയാമിന്റെ വഴി എന്നത് ധനത്തിനാകുന്നു, അതിന് പുറകെയാകുന്നു അവൻ പോയത്. பிலேயாமுடைய வழி பணத்துக்கு ஏதுவாக அதற்கு பின்பாக அவன் சென்றான். Way of Cain, കയ്യിന്റെ വഴി, காயினுடைய பாதை, and some mean offering he offered to God. ദൈവത്തിന് നീചമായ നികൃഷ്ടമായ ഒരു യാഗമാകുന്നു അവൻ അർപ്പിച്ചത്. ஏதோ நீசமான ஒரு காணிக்கையை தேவனுக்கு அவன் படைத்தான். But dear child of God, എങ്കിലുമോ പ്രിയ ദൈവത്തിലെ, ஆனால் அருமையான தேவப்பிள்ளையே, this evening time, let the Holy Spirit search our heart. ഈ വൈകുന്നേര സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ആരാഞ്ഞു നോക്കട്ടെ. இந்த மாலை வேளையிலே பரிசுத்த ஆவியானவர் நம்முடைய இருதயத்தை சோதித்து பார்ப்பாராக. In the book of Romans chapter 8 verse 27 when we read, റോമാലേഖനം 8-ാം അധ്യായം 27-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ரோமர் 8:27 நாம் வாசிக்கிறோம், he that searcheth the hearts knoweth what is the mind of the Spirit. இருதயங்களை ஆராய்ந்து பார்க்கிறவர் ஆவியின் சிந்தை இன்னதென்று அறிவார். ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. And he that searcheth the hearts, അവർ ഹൃദയത്തെ പരിശോധന ചെയ്യുന്നവൻ. அவர் இருதயங்களை ஆராய்ந்து பார்க்கிறார். what he says, അവൻ എന്ത് പറയുന്നു? அவர் என்ன சொல்லுகிறார்? I will light candle and search Jerusalem. ഞാൻ വിളക്ക് കത്തിച്ച് യെരുശലേമിനെ പരിശോധിക്കും. நான் விளக்கை ஏற்றி எருசலேமை சோதித்து பார்ப்பேன். In Zephaniah 1:12 we can read about it. സെഫനിയ പ്രവചനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്കത് വായിക്കാൻ കഴിയും. സെഫനിയ 1:12 നാം அதை குறித்து வாசிக்கிறோம். I will search Jerusalem with candles. ഞാൻ വിളക്ക് കത്തിച്ച് യെരുശലേമിനെ അന്വേഷിക്കും. நான் விளக்கு கொளுத்தி எருசலேமை சோதித்து பார்ப்பேன். He is not searching to find out fault. താൻ കുറ്റം കണ്ടുപിടിക്കുവാനല്ല ആരായുന്നത്. குற்றம் கண்டுபிடிக்கும்படி அவர் சோதிக்கவில்லை. But when he search our heart to bless us, that time he find faults. നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി നമ്മുടെ ഹൃദയം ആരാഞ്ഞു നോക്കുമ്പോഴത്രേ കുറ്റം കണ്ടുപിടിക്കുന്നത്. நம்மை ஆசீர்வதிக்கும்படி நம்முடைய இருதயத்தை ஆராய்ந்து பார்க்கும்போது குற்றங்களை கண்டுபிடிக்கிறார். Because sinful place he can't pour out his blessing. അവന് അനുഗ്രഹം ഒഴിക്കുവാനായി പകരുവാൻ ആഗ്രഹിക്കുന്നു, എങ്കിലുമോ പാപപരമായ സ്ഥലത്ത് അവന് അനുഗ്രഹം പകരുവാൻ കഴിയുകയില്ല. அவர் ஆசீர்வாதத்தை ஊற்றும்படி விரும்புகிறார், ஆனால் பாவமுள்ள ஸ்தலத்தில் அவரால் ஆசீர்வாதத்தை ஊற்ற முடியாது. And when he search whether it is the place of worthy of his blessing, that time he finds faults. അവൻ അനുഗ്രഹത്തെ അനുഗ്രഹിപ്പാനായി നോക്കുമ്പോൾ അത് അനുഗ്രഹത്തിന് പാത്രമായ സ്ഥലമാകുന്നു എന്ന് ആരാഞ്ഞറിയുമ്പോഴാകുന്നു കുറ്റം കണ്ടുപിടിക്കുന്നത്. அந்த இடம் ஆசீர்வாதத்துக்கு பாத்திரமாய் தகுதியா இருக்கிறதா என்று நோக்கி பார்க்கும்போது குற்றங்களை கண்டுபிடிக்கிறார். But dear child of God, എങ്കിലും പ്രിയ ദൈവത്തിലെ, ஆனால் அருமையான தேவப்பிள்ளையே, let us take a decision to walk in holy way. വിശുദ്ധ വഴിയിൽ നടക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. பரிசுத்த பாதையில் நடக்கும்படி தீர்மானிப்போம். In Isaiah 35:8 when we read, യെശയ്യാ പ്രവചനം 35-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ஏசாயா 35ஆம் அதிகாரம் 8ஆம் வசனத்தில் இப்படி here வாசிக்கிறோம். word of God speaks about a holy way.
ഇവിടെ ഒരു വിശുദ്ധ വഴിയെക്കുറിച്ച് വിശുദ്ധ ദൈവവചനം പറയുന്നു. இங்கே பரிசுத்த வழியை குறித்து வேதவசனம் சொல்லுகிறது. And what is that? അതെന്താകുന്നു? அது என்ன வழி? A highway shall be there, ഒരു പെരുവഴി ഉണ്ടാകും, அங்கே ஒரு பெரும் பாதையான வழி இருக்கும், and a way, പാതയും ഉണ്ടാകും. வழியும் இருக்கும். it shall be called the way of holiness. അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. அது பரிசுத்த வழி எனப்படும். The unclean things shall not pass over it. It shall be those, the wayfaring men, though fools shall not hear therein. ഒരു അശുദ്ധനും അതിൽ കൂടെ കടന്നു പോകുകയില്ല, അവൻ അവരോട് കൂടി ഇരിക്കും. വഴിപോക്കർ കടന്നു അവിടെ ഉണ്ടാകുകയില്ല. தீட்டுள்ளவன் அதிலே நடந்து வருவதில்லை, அந்த வழியில் நடக்கிறவர்கள் பேதையா இருந்தாலும் திசை கெட்டு போவதில்லை. In 33:21 when we read, 33 അധ്യായം 21 വാക്യം വായിക്കുമ്പോൾ 33 அதிகாரம் 21 வசனத்தில் that the வாசிக்கிறோம். glorious Lord will be unto the place of broad rivers and streams. അവിടെ മഹിമയുള്ളവനായ യഹോവ നമുക്ക് വീതിയുള്ള നദികൾക്കും തോടുകൾക്കും പകരമായിരിക്കും. மகிமையுள்ள கர்த்தர் அங்கே நமக்கு மகா விசாலமான நதிகளுமாய் இருப்பார். Where shall go no galley with oars, തണ്ടുവെച്ച പടക് അതിൽ നടക്കയില്ല. வலிக்கிற படவு அங்கே ஓடுவதில்லை. neither shall gallant ship pass thereby. പ്രതാപമുള്ള കപ്പൽ അതിൽ കൂടെ കടന്നു പോകുകയുമില്ല. பெரிய கப்பல் அங்கே கடந்து வருவதும் இல்லை. Yes, in this holy path, അതേ, അത് വിശുദ്ധ വഴിയാകുന്നു. இந்த பரிசுத்த வழியில், in this righteous path, ഇത് നീതിയുള്ള വഴി. இந்த நீதியின் பாதையில் by muscle power no one can go. കായിക ബലം കൊണ്ട് അവിടെ ആർക്കും പോകുവാൻ കഴിയുകയില്ല. சுய பலத்தால் ஒருவராலும் கடக்க முடியாது. By earthly wisdom no one can pass through. ലൗകികമായ ജ്ഞാനത്തിലൂടെ അതിൽ ആർക്കും കടക്കുവാൻ കഴിയുകയില്ല. பூமிக்குரிய ஞானத்தினால் ஒருவராலும் நடக்க முடியாது. Their ability, their worthiness, their righteousness, everything will be counted as nothing. അവരുടെ കഴിവോ അവരുടെ നീതിയോ അവരുടെ യോഗ്യതയോ അതെല്ലാം ശൂന്യമായിട്ട് എണ്ണപ്പെടും. அவர்கள திறமை, தகுதி, நீதி எல்லாம் ஒன்றுமில்லாமையாக போய்விடும். No gallant ships. അവിടെ തണ്ടുകൾ വലിക്കുന്ന തോണികളൊന്നുമില്ല. அங்கே பெரிய கப்பல்கள் இல்லை. No powerful ships can go through. പ്രതാപമല്ല കപ്പൽ അതിൽ കൂടെ കടന്നു പോകുകയില്ല. வல்லமையான கப்பல்கள் உள்ளே கடந்து செல்ல முடியாது. And whatever mighty ships, mighty things that can go. ശക്തമായ കാര്യങ്ങൾക്കൊന്നും അവിടെ പോകുവാൻ കഴിയുകയില്ല. வல்லமையான காரியங்களுக்கு உள்ளே பிரவேசிக்க முடியாது. Dear child of God, പ്രിയ ദൈവത്തിലെ, அருமையான தேவப்பிள்ளை, but if we humble ourselves നമ്മെ തന്നെ നാം താഴ്ത്തുമെങ്കിൽ ஆனால் நம்மை நாம் தாழ்த்துவோம் என்றால் and easily we can go, വളരെ ലളിതമായി നമുക്ക് പോകുവാൻ കഴിയും. எளிதாக நாம் செல்ல முடியும். because this is a straight gate. എന്തുകൊണ്ടെന്നാൽ അത് ഇടുക്കമുള്ള പാതയാകുന്നു. ஏனென்றால் இது இடுக்கமான வாசலாக This is a narrow path. അത് ഞെരുക്കമുള്ള പാതയാകുന്നു. இது குறுகிய பாதையாக If you இருக்கிறது. say grace, grace, in the year to come, successfully you can press again. വരുവാനുള്ള വർഷത്തിൽ കൃപ കൃപ എന്ന് ആർക്കുമെങ്കിൽ നാം ധൈര്യത്തോടെ ജയത്തോടെ അവിടെ കടന്നു പോകുവാൻ കഴിയും. வருகிற வருஷத்திலே கிருபை உண்டாவதாக என்று சொன்னால் ஜெயத்தோடு முன்னேறி செல்ல முடியும். And the gates will be closed, അവിടെ കതകുകൾ അടയ്ക്കപ്പെടും. வாசல்கள் அடைக்கப்படும். but there is an opening. എങ്കിലുമോ അവിടെ ഒരു സുഷിരമുണ്ട്. ஆனாலும் ஒரு திறவுகோல் உண்டு. And through that you can enter softly. അതിലൂടെ നിനക്ക് എളുപ്പത്തിൽ അതിലേക്ക് പ്രവേശിപ്പാൻ കഴിയും. ஆனாலும் அதனூடாக மென்மையாக உங்களால் கடந்து செல்ல முடியும். A city of the gate of Zion was closed. സിയോൻ നഗരത്തിന്റെ വാതിൽ അടഞ്ഞു കടന്നിരുന്നു. சீயோன் நகரத்தின் வாசல் அடைக்கப்பட்டிருந்தது. But through that little space which there for that wastewater, that hole was there. എങ്കിലും മലിനമായ ജലം പോയിക്കൊണ്ടിരുന്നതായ ആ പാത്തിയിൽ കൂടെ ഒരു സ്ഥലമുണ്ടായിരുന്നു. ஆனால் தேவையில்லாத ஜலம் போகும் பகுதியிலே ஒரு சின்ன பாதை இருந்தது. And there Joab and his army entered. അവിടെ യോവാബും തന്റെ സൈന്യവും പ്രവേശിച്ചു. அதற்குள் யோவாபும் தன்னுடைய சேனையும் பிரவேசித்தார்கள். And they got hold of that city of Zion. അവിടെ അവർ സിയോൻ കോട്ട പിടിച്ചു. அதிலே சீயோன் நகரத்தை பிடித்தார்கள். In 2 Samuel chapter 5 when we read, 2 ശമൂവേൽ 5 അധ്യായം നാം വായിക്കുമ്പോൾ 2 சாமுவேல் 5 அதிகாரத்தில் வாசிக்கிறோம். he went through gutter. അവർ നീർ പാത്തിയിലൂടെ കയറിപ്പോയി. அவன் சாலகத்தின் வழியாய் கடந்து சென்றான். And that was the only path there. അത് മാത്രമേ ഉള്ളായിരുന്നു അവിടെയുള്ള മാർഗം. அந்த பாதை மட்டுமே அங்க இருந்தது. It was a strong wall around. അത് മുച്ചുമായി വളരെ ഉരുക്ക് കോട്ടയുണ്ടായിരുന്നു. அதை சுற்றிலும் பெரிதான மதில் இருந்தது. But gutter was open. എങ്കിലുമോ നീർപ്പാത്തി തുറന്നു കടന്നു. ஆனால் சாலகத்தின் வழி திறந்திருந்தது. And wastewater was flowing out. മലിന ജലം ഒഴുകിക്കൊണ്ടിരുന്നു. தேவையில்லாத தண்ணீர் போய் கொண்டிருந்தது. But what he said? എങ്കിലും അവൻ എന്ത് പറഞ്ഞു? ஆனால் அவர் என்ன சொன்னார்? Grace, grace, കൃപ കൃപ கிருபை கிருபை என்று சொல்லி, grace, grace. കൃപ കൃപ கிருபை கிருபை என்று He சொல்லி could enter there. അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞു. அதற்குள் பிரவேசிக்க He முடிந்தது. could defeat that blind and lame which hindering David to enter. ദാവീദ് പ്രവേശിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞുകൊണ്ടിരുന്നതായ ആ മുടന്തന്മാരും ആ കുരുടന്മാരെയും ഒക്കെയും കടന്നു പോകുവാൻ കഴിഞ്ഞു. தாவீது பிரவேசிக்க கூடாதபடி தடை செய்த குருடரும் சப்பானியர்களும் ஜெயிக்க அவரால் His முடிந்தது. ways are true and just. അവന്റെ വഴികൾ എന്നത് നീതിയും ന്യായവുമുള്ളതാ. அவருடைய பாதைகள் உண்மையும் நீதியுமா இருக்கிறது. His ways are full of judgment. അവന്റെ നീതി വിധികൾ ന്യായവിധികൾ ഉള്ളതാ. அவருடைய பாதைகள் நியாய தீர்ப்பு நிறைந்தவை. His ways are perfect. അവന്റെ വഴികൾ പൂർണ്ണതയുള്ളതാ. அவருடைய வழிகள் பூர்ணமானவை. His ways are past finding out. അവന്റെ വഴികൾ ആരാഞ്ഞ് കണ്ടുപിടിക്കുവാൻ കഴിയാത്തതാ. அவருடைய பாதைகள் ஆராய்ந்து முடியாதது. He himself is the way. അവൻ തന്നെ എത്രയേ വഴി. அவர் தாமே வழியாக இருக்கிறார். Today you say to Jesus, ഇന്ന് യേശുവിനോട് നീ ഇങ്ങനെ പറയുക, இன்று நீங்கள்
இயேசுவை பார்த்து Lord, சொல்லுங்கள், leaving you the right way, I have gone astray. And I walked through many unwanted ways. കർത്താവേ, നീയാകുന്ന ശരിയായ പാത വിട്ടുകൊണ്ട് അനേക അനാവശ്യമായ പാതകളിലേക്ക് ഞാൻ കടന്നുപോയി. ஆண்டவரே நீராய் இருக்கிறதான உண்மையான பாதையை விட்டு பல தேவையில்லாத பாதைகளோட நான் சென்று விட்டேன். You said, I am the way. നീ പറഞ്ഞു ഞാനാകുന്ന വഴി. நானே வழி என்று நீர் சொன்னீர். But this year, many times I did not choose that way. എങ്കിലുമോ ഈ വർഷം പലപ്പോഴുമായി ഞാൻ ഈ പാത തെരഞ്ഞെടുത്തില്ല. ஆனால் இந்த வருடத்திலே பல வேளைகளில் அந்த பாதையை நான் தெரிந்து கொள்ளவில்லை. Let us all close our eyes. നമുക്ക് ഏവർക്കും കണ്ണുകൾ അടയ്ക്കാം. நம்முடைய கண்களை மூடுவோம். Let us all search our ways. നമുക്ക് നമ്മുടെ വഴികളെ ആരായാം. நம்முடைய பாதைகளை ஆராய்ந்து Let us பார்ப்போம். turn to God. യഹോവയിലേക്ക് നമുക്ക് തിരിയാം. கர்த்தரிடத்து திரும்புவோம். It is not too late. അത് വളരെ താമസിച്ചു പോയിട്ടില്ല. இப்போதும் மிகுந்த Still தாமதமில்லை. he is waiting as a true way before us. ഇപ്പോഴും സത്യപാതയായി നമുക്ക് വേണ്ടി അവൻ കാത്തിരിക്കുന്നു. இப்போது உண்மையான பாதையாக நமக்காக காத்துக் கொண்டிருக்கிறார். Arise from your place. നിന്റെ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റാട്ടെ. உங்கள் இடத்திலிருந்து எழுந்து கொள்ளுங்கள். And what that prodigal son said, ആ മുടിയനായ പുത്രൻ എന്ത് പറഞ്ഞു? அந்த கெட்டகுமாரன் என்ன சொன்னா, I will arise. ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കും. நான் I எழுந்திருப்பேன், will go to my father. എന്റെ അപ്പന്റെ അടുക്കൽ പോകും. என் தகப்பனிடத்திற்கு போவேன், I will tell my matter. ഞാൻ എന്റെ കാര്യം അവനോട് അറിയിക്കും. என்னுடைய காரியத்தை அவரிடத்தில் I சொல்லுவேன், will reconcile with him. ഞാൻ അവനുമായി നിരപ്പ് പ്രാപിക്കും. நான் அவரோடு ஒப்புரவாவேன், I grieved him. ഞാൻ അവനെ ദുഃഖിപ്പിച്ചു. நான் அவரை துக்கப்படுத்தினேன், I sinned against heaven. I sinned against my father. ഞാൻ സ്വർഗത്തോടും പിതാവിനോടും പാപം ചെയ്തിരിക്കുന്നു. நான் பரத்துக்கு விரோதமாகவும் தகப்பனுக்கு விரோதமாகவும் பாவம் செய்தேன். There itself his salvation came. അവിടെ തന്നെ അവന്റെ രക്ഷ കടന്നു വന്നു. அங்குதானே அவருடைய ரட்சிப்பு வந்தது. New hope came in his life. പുതിയ പ്രത്യാശ അവന്റെ ജീവിതത്തിലേക്ക് വന്നു. அவன் ஜீவித்திற்குள் புதிய நம்பிக்கை His வந்தது. life completely changed. അവന്റെ ജീവിതം പാതയെ മാറ്റപ്പെട്ടു. அவனுடைய ஜீவியம் முழுமையாக மாற்றப்பட்டது. There was a waiting father. അവിടെ ഒരു കാത്തിരിക്കുന്ന പിതാവുണ്ടായിരുന്നു. அங்கே காத்திருக்கிற ஒரு தகப்பன் இருந்தார். More than what he tried. His father came running and embraced him. അവൻ പരിശ്രമിച്ചതിനേക്കാൾ ഉപരിയായി പിതാവ് ഓടി വന്നവനെ ആശ്ലേഷിച്ചു. அவன் முயற்சித்தை காட்டிலும் தகப்பன் ஓடி விழுந்து கட்டிக்கொண்டார். And as he started confessing, അവൻ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ அவன் அறிக்கை செய்ய தொடங்கின he was போது not ready to hear that. അത് കേൾപ്പാൻ അവൻ ഒരുക്കമല്ലായിരുന്നു. அதை கேட்க தகப்பன் ஆயத்தமாக Because இருக்கவில்லை. his heart was full of love. എന്തുകൊണ്ടെന്നാൽ അവന്റെ ഹൃദയം സ്നേഹത്താൽ നിറഞ്ഞിരുന്നു. ஏனென்றால் அவருடைய இருதயம் அன்பினால் He நிறைந்திருந்தது. understood that. അവനത് മനസ്സിലാക്കി. இவன் அதை புரிந்து கொண்டான். Yes, with a proper grief, he can come back. ശരിയായ ഒരു ദുഃഖത്തോടെ അത്ര അവൻ ഇതാ മടങ്ങി വന്നിരിക്കുന്നത്. உண்மையான துக்கத்தோடு இவன் திரும்பி To வந்திருக்கிறான். reconcile with me, he has come back. എന്നോട് നിരപ്പ് പ്രാപിക്കേണ്ടതിനായി അവൻ ഇതാ മടങ്ങി വന്നിരിക്കുന്നു. என்னிடத்தில் ஒப்புரவாகும்படி அவன் வந்திருக்கிறான். And before his confession, he accepted him. അവന്റെ ഏറ്റുപറച്ചിലിന് മുൻപായി അവൻ അവനെ അംഗീകരിച്ചു. அவனுடைய அறிக்கைக்கு முன்பாகவே இவர் ஏற்றுக்கொண்டார். He restored many blessings. അനവധിയായ അനുഗ്രഹങ്ങൾ അവൻ യഥാസ്ഥാനപ്പെടുത്തി കൊടുത്തു. பல ஆசீர்வாதங்களை திருப்பி கொடுத்தார். Oh, yeah, new life he found in his son. അവന്റെ പുത്രനിൽ പുതിയൊരു ജീവൻ അവൻ കണ്ടെത്തി. தன்னுடைய குமாரனில் புதிய ஜீவனை கண்டுபிடித்தார். Rejoicing was there. അവിടെ സന്തോഷമുണ്ടായിരുന്നു. அங்கே பெரிய களிப்பு உண்டானது. Dear child of God, പ്രിയ ദൈവമൈതലേ, அருமையான தேவப்பிள்ளையே, because you have come here, നീ ഇവിടെ വന്നതുകൊണ്ടാ நீங்கள் இங்கே வந்தபடியால் heaven is rejoicing. സ്വർഗം സന്തോഷിക്കുന്നു. பரலோகம் களி Your father கூறுகிறது. is rejoicing. നിന്റെ അപ്പൻ സന്തോഷിക്കുന്നു. உங்கள் தகப்பன் He is சந்தோஷப்படுகிறார். embracing you. അവൻ നിന്നെ കെട്ടിപ്പിടിക്കുന്നു. அவர் உங்களை கட்டி He is தழுவுகிறார். promising you new blessings. അവൻ നിനക്ക് പുതിയ വാഗ്ദത്തം ചെയ്യുന്നു. அவர் புதிய ஆசீர்வாதங்களை வாக்கு I will செய்கிறார். never leave you nor forsake you. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. நான் உன்னை கைவிடுவதுமில்லை, விட்டு விலகுவதும் I இல்லை. will restore your blessings. ഞാൻ നിന്റെ അനുഗ്രഹങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി തരും. உன் ஆசீர்வாதங்களை நான் திருப்பி தருவேன். You are a dead person, നീ ഒരു മരിച്ചവനായിരുന്നു. நீ மரித்தவனா இருந்தாய், but you came back to life. എങ്കിലും ഇപ്പോൾ ജീവനിലേക്ക് മടങ്ങിയിരിക്കുന്നു. ஆனால் இப்போது ஜீவனோடு திரும்பி வந்திருக்கிறாய். You lost, നീ നഷ്ടപ്പെട്ടവനായിരുന്നു. நீ காணாமல் போனாய், but now you are found. എങ്കിലുമോ ഇപ്പോൾ നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. இப்போது காணப்பட்டாய். Hereafter I will not leave you. ഇനിമേലാൽ ഞാൻ നിന്നെ വിട്ടുകളകയില്ല. இனிமேல நான் உன்னை விடுவதில்லை. Yes, that father is embracing and he is promising him. അതേ, ആ അപ്പൻ നിന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിനക്ക് വാഗ്ദത്തം തരുന്നു. ஆம், அந்த தகப்பனை உங்களை கட்டிப்பிடித்து உங்களுக்கு வாக்கு செய்கிறார். Looking into that father, ആ അപ്പനെ നോക്കിക്കൊണ്ട് அந்த தகப்பனை பார்த்து embrace that father. അപ്പനെ ആശ്ലേഷിക്കുക. அவரை தழுவிக் கொள்வோம். Kiss that father. ആ അപ്പനെ ഉമ്മ വയ്ക്കുക. அந்த தகப்பனுக்கு முத்தம் செய்வோம். Let us fall prostrate at his feet. അവന്റെ കാൽ കീഴിൽ നമുക്ക് വീഴാം. அவருடைய பாதத்தில் சாஷ்டாங்கமாய் விழுவோம். Or let us beg for his mercies. അവന്റെ കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. அவருடைய இரக்கங்களுக்காக கெஞ்சுவோம். Yes, he is extending his mercy like a river. അതേ, നദി പോലെ അവൻ ദയ അയച്ചുകൊണ്ടിരിക്കുന്നു. அவர் நதி போல இரக்கத்தை He தந்திருக்கிறார். sent his mercies like a river. അവൻ കരുണ ദയ പോലെ ദീർഘിപ്പിച്ചു തരുന്നു. நதியை போலவே இரக்கங்களை தருகிறார். Yes, it is for you. അത് നിനക്ക് വേണ്ടി മാത്രം. அது உங்களுக்காகவே. I will not leave you. ഞാൻ നിന്നെ വിടുകയില്ല. நான் உன்னை விட்டு விலக I will மாட்டேன். not leave you.
ഞാൻ നിന്നെ വിടുകയില്ല. நான் உன்னை கைவிட I will மாட்டேன். not leave you. ഞാൻ നിന്നെ വിട്ടുകളകയില്ല. நான் உன்னை கைவிட You are மாட்டேன். dear unto me. നീ എനിക്ക് പ്രിയപ്പെട്ടവൻ. நீ எனக்கு அருமையானவன். You are dear unto me. നീ എനിക്ക് പ്രിയപ്പെട്ടവൾ. நீ எனக்கு அருமையானவள். You are my child. നീ എന്റെ പൈതൽ. நீ என்னுடைய பிள்ளை. You are my born life. നീ എന്റെ സ്വന്തം ജീവൻ. நீ என்னுடைய சொந்த I ஜீவனாய் died for இருக்கிறாய். you. ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു. நான் உனக்காக மரித்தேன். How can I give up? എനിക്ക് നിന്നെ എങ്ങനെ വിട്ടുകളവാൻ കഴിയും? எப்படியாக நான் விட்டு விடுவேன்? How can I give up? എങ്ങനെ നിന്നെ വിട്ടുകളവാൻ കഴിയും? எப்படியாக நான் விட்டு விடுவேன்? Yes, come back, my child. എന്റെ പൈതലെ മടക്കി വരാട്ട്. என் பிள்ளையே திரும்பி வா. Let us all stand up. നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിൽക്കാം. எழுந்து நிற்போம். Let us all surrender in the hands of God. നമുക്ക് ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. தேவனுடைய கரத்தில் ஒப்பு கொடுப்போம். Hallelujah, hallelujah, hallelujah. Amen. Amana saturaba katuraba ushadaba katura. You are seeing in the time, Lord. Raba katuraba ushadaba katura. Jesus, we come back to you. Jesus, we come back to you. Jesus, we come back to you wholeheartedly. Lord, we come back to you, Lord. Raba katuraba katura. You are a Father waiting for us. Lord, I come to you, Lord. I come to you, Lord. As a church, we come to you, Lord. As a church, we come to you, Lord. As a church, we come to you, Lord. Amen. 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 Amadadara. Ravara shakara madara. Ravara dara bakatara madara.